പ്രൊഫസർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രത്യേകിച്ച് CPM-ൽ വലിയ വലിയ തർക്കവിതർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കുറച്ചു കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബൂത്ത് തലം മുതൽ ബ്രാഞ്ച് തലം മുതൽ ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി എന്നിന് സംസ്ഥാന സമിതിയിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ അവലോകനങ്ങൾ നടക്കുമ്പോൾ അവിടെ നിന്നെല്ലാം ഉയർന്നു വന്ന ബഹുവിധ സ്വരങ്ങളുണ്ടെങ്കിലും ആ ബഹുവിധ സ്വരങ്ങളിൽ എല്ലായിടത്തും ഒരേ സ്വരത്തിനായിരുന്നു കൂടുതൽ മൂർച്ചയുണ്ടായിരുന്ന ഒരു അഭിപ്രായത്തിന്. അതായത് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പരാജയത്തിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പാർട്ടിയെ നയിച്ച സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഭരണസാരഥ്യം നയിച്ച പിണറായി വിജയനും പാർട്ടിയെ നയിച്ച MV ഗോവിന്ദനും ചേർന്നാണ് കേരളത്തിൽ പാർട്ടിക്ക് ഇത്രത്തോളം അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു പരാജയം ഉണ്ടാക്കിയതെന്നാണ് എല്ലാ കമ്മിറ്റികളും പറഞ്ഞത്. എല്ലാവരെയും കേൾക്കും, വിശദമായി കേൾക്കും, എല്ലാവരുടെയും അഭിപ്രായം മനസ്സിലിരുത്തി കേൾക്കും, അതിൽ നിന്ന് തീരുമാനങ്ങൾ ഉരുത്തിരിയും, ആ തീരുമാനങ്ങളനുസരിച്ച് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ജനം സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്നവർ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, അവരും കരുതി ഇതിനൊരു തിരുത്തലുണ്ടാക്കി തിരിച്ചു വരികയാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സംസ്ഥാന സമിതി ചേരുന്നുണ്ടായിരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഉയർന്നു കേട്ട ശബ്ദങ്ങൾ വേറെയാണ്. അതായത് താഴെത്തട്ട് മുതൽ ചേർന്ന യോഗങ്ങൾ, അവലോകന യോഗങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തും, തിരുത്തേണ്ടത് തിരുത്തും, മാറേണ്ടവർ മാറും, മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞിരുന്നവർ പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും തിരുത്തൽ ആവശ്യമാണ്, അവരുടെ ധാർഷ്ട്യം കലർന്ന പെരുമാറ്റ ശൈലിയും സംഭാഷണ രീതിയും ഒക്കെ തന്നെയാണ് ഈ CPM-നെ എത്രത്തോളം പിന്നോട്ടടിച്ചത്, ജനങ്ങളിൽ നിന്ന് അകറ്റിയത്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ വെറുപ്പിച്ചത്, വർഗീയ വിദ്വേഷം മാത്രം പരത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുടെ തോളിൽ കൈയിട്ട് പിണറായി വിജയൻ നടന്നത്, കാറി കയറ്റി കൊണ്ടുപോയതൊക്കെ വലിയ പരാമർശ വിഷയങ്ങളായിരുന്നു. എന്നാൽ ഇപ്പം ഇതൊന്നും വിഷയമല്ല. നേതൃത്വത്തിൻ്റെ കുറ്റം കൊണ്ടാണ്, അല്ലെങ്കിൽ നേതൃത്വത്തിനാണ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത്, അത് പിണറായി വിജയനോ MV ഗോവിന്ദനോ അല്ല എന്നാണ് സംസ്ഥാന സമിതി പുതിയതായിട്ട് തിട്ടൂരിറക്കിയേക്കുന്നത്. അവിടെ പിണറായി വിജയനെയും ഗോവിന്ദനെയും ഒന്നും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കരുതെന്ന് പറയുന്നു. എനിക്ക് ഫവാസിനോട് ചോദിക്കാനുള്ളത്, പണ്ട് ഇന്ത്യയിലൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാർക്കിടയിൽ, ഇന്ദിര എന്നാൽ ഇന്ത്യ, ഇന്ത്യ എന്നാൽ ഇന്ദിര. ഏതാണ്ട് അതിന് സമാനമായൊരു പെരുമാറ്റ രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ശൈലിയായിരുന്നു CPM-ൽ. CPM എന്നാൽ പിണറായി, പിണറായി എന്നാൽ CPM. അങ്ങനെയെങ്കിൽ നേതൃത്വത്തിനാണ് ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ പിണറായി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഒരു പറ്റം നേതാക്കളാണ് ഈ CPM-ലുള്ളത്. നേതൃത്വത്തിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ടത് പിണറായിക്ക് തന്നെയല്ലേ ഉത്തരവാദിത്തം എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഇവിടെ പിണറായിക്കല്ല, MV ഗോവിന്ദനല്ല തോൽവിയുടെ ഉത്തരവാദിത്തമെങ്കിൽ പിന്നെ ആർക്കാണ്? എന്താണ് ഒരു മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ ഫവാസ് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? വ്യക്തിദൈവങ്ങളില്ലാത്ത പാർട്ടിയാണ് CPM. അതിപ്പം P ജയരാജനെതിരെ ആദ്യം നിലപാടെടുത്ത പാർട്ടി CPM തന്നെയാണ്. പക്ഷെ അതേ പിന്നെ CPM അതിന് വ്യതിചലനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ CPM എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനും, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അത് CPM-ഉം, ഇത് രണ്ടും പാടെ എന്ന് പറഞ്ഞാൽ അത് LDF-ഉം എന്നുള്ള തലത്തിലോട്ട് പോയിരിക്കും. CPI എന്നുള്ള പാർട്ടി അതിൽ അപ്രസക്തമായിട്ടുണ്ട്. ഒരു മുന്നണിക്കും ഒരു ഇതുമില്ല അതിൽ. അപ്പം പിണറായി വിജയൻ എന്നുള്ളൊരു ഏകാധിപതിയുടെ കയ്യിലാണ് മൊത്തം പാർട്ടിയും ഗവൺമെൻറ്റും എല്ലാം. എന്നിട്ട് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായിട്ടും അതിൽ നിന്നൊരു പാഠം CPM പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഇവരെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നുള്ളത്. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത്ര വലിയ തോൽവി ഉണ്ടായി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ എന്താ പറയുക, നേതൃസ്ഥാനത്തോട്ട് ഒരിക്കലും ഇനി പിണറായി വിജയൻ വരില്ല. കാരണം തോറ്റു കഴിഞ്ഞാൽ ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാനാണ് എന്താ പറയുക, ഞാനിപ്പോൾ ഒരു കോളേജ് യൂണിയന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇലക്ഷൻ നടക്കുമ്പം എൻ്റെ പാർട്ടി തോറ്റു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ ഞാൻ ആ പാർട്ടിയുടെ എന്താ പറയുക ഒരു പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ എനിക്കൊരു ഉളുപ്പുണ്ടാകും. കാരണം ഞാൻ നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് തോറ്റത്. അപ്പോൾ അത് എൻ്റെ നേതൃത്വത്തിൻ്റെ പോരായ്മ തന്നെയാണ്, എൻ്റെ എന്താ പറയുക കഴിവില്ലായ്മ കൊണ്ടാണ് ആ തോറ്റത്. അപ്പോൾ അത് അംഗീകരിച്ച് മാറി നിൽക്കുക എന്നുള്ള സമ്പ്രദായം എനിക്കുണ്ടാവും. അപ്പം ഞാനാണെങ്കിൽ അത് ചെയ്യും. എനിക്കറിയില്ല, ഉളുപ്പുള്ള ആരാണെങ്കിലും അത് ചെയ്യും. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നപ്പോൾ ആളത് ചെയ്തില്ല. അപ്പം ഞാനൊന്ന് അന്തം വിട്ടുപോയി. പിന്നെ ഞാൻ വിചാരിച്ചു രാഷ്ട്രീയമല്ലേ, ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പുറത്തപ്പം എന്തായാലും ഗോവിന്ദനെ മാറ്റിയിട്ട് എന്തായാലും പിണറായി വിജയൻ അവിടെ തന്നെ ഇരിക്കും. അങ്ങനെയാണ് ഞാൻ പിന്നെ രണ്ടാമതൊരു വീക്ഷണം ഞാൻ നടത്തിയത്. ഇപ്പം പറയുന്നു, പാർട്ടി പറയുന്നു അങ്ങനെ എന്താ പറയുക തോൽവി ഉണ്ടായത് മൊത്തം പ്രശ്നങ്ങളല്ല, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളൊന്നും ഒന്നല്ല ഉണ്ടായത്,
പലതരത്തിലുള്ള ആന്തരികമായ പല കണ്ടുപിടുത്തങ്ങളും അവർ പറയുന്നുണ്ട് അതിൽ. ഇപ്പം നേതൃത്വത്തിന് യാതൊരുവിധ പ്രശ്നം ഉണ്ടായിട്ടില്ല. പിണറായി വിജയൻ കാരണോ എം വി ഗോവിന്ദൻ കാരണോ അല്ല പാർട്ടി തോറ്റത് എന്നുള്ള തരത്തിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത് പറയുന്നത്. അപ്പം ഞാനടക്കം പല രാഷ്ട്രീയ പ്രവർത്തകരും കണ്ടത് അല്ലെങ്കിൽ അനുമാനിച്ചത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. CPM-നെ കുറിച്ച് ഞങ്ങളാരും ഇനിയും പഠിച്ചതൊന്നും ശരിയായിട്ടില്ല എന്നുള്ള സാധനമാണ് എനിക്കതെന്ന് തോന്നിയത്. അല്ല, ഇവിടെ സ്വവാസ് പറഞ്ഞത് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ്. നേതൃത്വത്തിനാണ് പിഴവ് പറ്റിയത്, നേതൃത്വത്തിനാണ് ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഞാനും ഫവാസും ഒക്കെ ഉൾപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾ കാണാത്ത മറ്റൊരു നേതൃത്വം CPM-ന് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ ആരുടെ ഒരു പരാജയം, ആരുടെ ഒരു പിഴവ് കൊണ്ടാണ്, വീഴ്ച കൊണ്ടാണ് 2026 ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഇത്ര ദയനീയമായ പരാജയം ഉണ്ടാകുന്ന? നേതൃത്വത്തിൻ്റെ പരാജയമാണെന്ന് ഇവർ പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കാത്ത മറ്റേതെങ്കിലും നേതൃത്വം അവിടെ ഉണ്ടോ? അപ്പോൾ പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും പരാമർശങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിനെ മൂടി വയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തമസ്കരിക്കുന്നതിന് വേണ്ടി ഞങ്ങളല്ല യഥാർത്ഥ ഉത്തരവാദികൾ, അതിന് നേതൃത്വമാണെന്ന് പറയുമ്പോൾ ഇവരറിയാതെ ഇവർ ഉൾപ്പെടാത്തൊരു നേതൃത്വം CPM-ന് വേറെ എന്താണുള്ളത്? ദേശീയ നേതൃത്വമാണോ ഉദ്ദേശിക്കുന്നത്? MA ബേബിയാണോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് എന്താണ് ഇവർ നേതൃത്വത്തിനാണ് ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമല്ല അല്ലെങ്കിൽ MV ഗോവിന്ദന് മാത്രമല്ല എന്ന് പിണറായി വിജയൻ പറയുകയാണ്, കൂട്ടുത്തരവാദിത്വമാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റ KK ശൈലജയും അതുപോലെ എല്ലാ നേതാക്കന്മാരും ഉൾപ്പെടെ പിണറായി വിജയൻ ഉൾപ്പെടെ എല്ലാവർക്കും ഇതിൻ്റെ കൂട്ടുത്തരവാദിത്വമാണ് എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവരൊന്നും ഈ പറഞ്ഞ പോലെ നേതൃത്വ നിരയിലില്ലാത്ത പലരും തോറ്റിട്ടുണ്ടല്ലോ. ഇത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തോൽവി ഇവർ രണ്ടുപേരും മാത്രം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രണ്ടുപേരും അവിടെ നിന്ന് മാറ്റേണ്ടി വരും. ഇപ്പോൾ CPM-ന് അടിത്തട്ട് ഞാൻ നോക്കിയപ്പോൾ എല്ലാ ബ്രാഞ്ച് കമ്മിറ്റിയും CPM-ന് പിണറായി വിജയനെതിരെ MV ഗോവിന്ദനെതിരെ പറയുന്നുണ്ട്. ലോക്കൽ കമ്മിറ്റി പറയുന്നുണ്ട്, ഏരിയ കമ്മിറ്റി പറയുന്നുണ്ട്, ജില്ലാ കമ്മിറ്റി പറയുന്നുണ്ട്, സംസ്ഥാന കമ്മിറ്റി പറയുന്നുണ്ട്. എന്തിനേറെ പോളിറ്റ് ബ്യൂറോയിൽ വരെ സാധാരണ ഇല്ലാത്ത വോട്ടെടുപ്പ് നടക്കേണ്ടി വന്നു പിണറായി വിജയന് തന്റെ ഭൂരിപക്ഷം അവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രത്തോളം ഇടപെടാണെന്നിരിക്കുന്നത് സ്വന്തം വോട്ട് കൂടി രേഖപ്പെടുത്തിയിട്ടാണ് ഭൂരിപക്ഷം ഉണ്ടാക്കിയത്. അതെ, ഇപ്പം ഒന്ന് ആ ദയനീയ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രതിപക്ഷ നേതൃസ്ഥാനത്തോട് ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത്രത്തോളം എനിക്ക് വേണ്ടി ഞാൻ തന്നെ വോട്ട് ചെയ്തു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എനിക്ക് വേണ്ടി ഞാനല്ലാതെ മറ്റാര്, അതെ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. നോക്കണം, ഈ CPM എന്ന പാർട്ടിയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തിരുത്തേണ്ടവർ തിരുത്തണം, മാറേണ്ടവർ മാറണം എന്ന് പറയുമ്പോൾ ഇവർ ആരാണ് പിന്നെ മാറേണ്ടത്? ഇതിൽ നിന്ന് ആരാണ് തിരുത്തേണ്ടത്? അതുകൂടി സാധാരണക്കാർക്ക് അറിയണ്ടേ. തിരുത്തേണ്ടത് തിരുത്തണം എന്ന് പറയുമ്പോൾ ആരാണ് തിരുത്തേണ്ടത്, ആരാണ് മാറേണ്ടത്, എന്താണ് മാറേണ്ടത്, എന്താണ് തിരുത്തേണ്ടത്? അതൊരു ചോദ്യമല്ലേ. നേതൃത്വത്തിനാണ് ഈ പറഞ്ഞ പോലെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. വാക്കുകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമാണ്. നേതൃത്വം, നേതാവ്, ആരാ നേതാവ്? നേതാവ് എന്ന് പറഞ്ഞാൽ CPM-ന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് നേതാവ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനായിരുന്നു. പാർട്ടി നേതാവ് MV ഗോവിന്ദനായിരുന്നു. അപ്പോൾ ആ വാക്ക് തന്നെ കൃത്യമാണ്. ഇവർ രണ്ടുപേരും തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ, ഇവരെയാണ് മാറ്റേണ്ടത് എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവരാ സാധനം അതിന് വ്യാഖ്യാനിച്ചത് മറ്റൊരു രീതിയിലാണ്. എല്ലാ പ്രവർത്തകരും ഈ പറഞ്ഞ പോലെ ബൂത്ത്, ലോക്കൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, എന്തിനേറെ അനുയായികളടക്കം കാരണമാണ് തോറ്റത് എന്നുള്ള തരത്തിലോട്ട് ഈ സാധനം. പിന്നെ ഇതിൽ മറ്റൊരു കണ്ടുപിടുത്തം അവർ പറഞ്ഞത് ശരിയാണ്, വെള്ളാപ്പള്ളിയെ കൂടെ കൊണ്ടുപോയത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളായി എന്നുള്ളത് അത് അവർ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷെ അപ്പോഴും ചോദ്യമുണ്ട്, ആരാണ് വെള്ളാപ്പള്ളി കൊണ്ടു നടന്നത്? അല്ല, വെള്ളാപ്പള്ളിനെ കൊണ്ടുവിടുന്നത് ഇപ്പൊ ശിവൻകുട്ടിയോ അല്ലെങ്കിൽ MV ഗോവിന്ദനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒന്നും അല്ലല്ലോ, പിണറായി വിജയൻ തന്നെയാണ്. അതിന്റെ ഉത്തരവാദി അയാൾ തന്നെയാണ്. പിന്നെ തീർച്ചയായും നോക്കൂ, ഇവിടെ ഈ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അവരുടെ സംസ്കാരമായിരിക്കാം. പിണറായി വിജയന് വാഴ്ത്തുപാട്ട് നടത്തി തിരുവാതിരയൊക്കെ കോർഡിനേറ്റ് ചെയ്ത ആള് അദ്ദേഹം വരെ പറഞ്ഞത് ഈ എന്താണ്, പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രമല്ല MLA സ്ഥാനം വരെ പിണറായി വിജയൻ രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണം, പാർട്ടിയെ സംശുദ്ധീകരിക്കണം എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വന്നത്. അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന വികാരങ്ങളും അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്കൊന്നും യാതൊരു വിലയില്ല, അതല്ല വാസ്തവം, ഞങ്ങളിവിടെ ശീതീകരിച്ച മുറിയിലിരുന്ന് സംസാരിക്കുന്നതാണ് ശരി. മറ്റൊരു കാര്യം കൂടി പ്രവാസെ മറന്നു പോകണ്ട, അടിസ്ഥാന വർഗത്തിൻ്റെ അടിയാളവർഗത്തിൻ്റെ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന പാർട്ടിയാണിത്, സാധാരണക്കാരൻ്റെ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെയാണ് അവർ പേര് പോലും തമസ്കരിക്കുകയാണ്, സഖാവ് എന്ന് പറയുന്നത്.
ഒരാളുടെ പേര് പോലും അവിടെ എടുത്തു പറയുന്നില്ല, സഖാവ്. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സഖാക്കളാണ്, എല്ലാവരും സഖാക്കളാണ്. അങ്ങനെ ഒരു അഭിസംബോധന ചെയ്ത് സാധാരണക്കാരൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിൽ അടിസ്ഥാന വർഗത്തിൻ്റെ താഴെത്തട്ടിലുള്ള ആളുകളുടെ ആരുടെയും അഭിപ്രായം കേൾക്കാൻ ഇവർ സന്നദ്ധരല്ല. പറഞ്ഞതെന്താണ്, മണിക്കൂറുകളോളം 14 മണിക്കൂറുകളോളം AKG സെൻറ്ററിൽ ചേർന്ന യോഗത്തിൽ പിണറായി വിജയനും MV ഗോവിന്ദനും ആളുകൾ ഇവർ തെറി വിളിക്കുന്നത് ഇരുന്ന് കേട്ടിരുന്നു. എന്നിട്ട് എന്താണ്, ഒരു തിരുത്തലുണ്ടായോ? അങ്ങനെ ഇപ്പം അനുയായികളും അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ആൾക്കാരൊക്കെ വെറുതെ ഇവർ പേരിന് വേണ്ടിങ്ങാണ്ട് MA ബേബിയൊക്കെ ഒരു പ്രസ്താവന നടത്തും, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം തുറന്നടിച്ച് പറയണം, പാർട്ടിയെല്ലാം ഇരു കൈകളും നീട്ടി സ്വീകരിക്കും. ഇതൊക്കെ വെറും എന്താ പറയുക, പാഴ്വാക്കുകളാണ്. ഇതൊന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് സത്യമാണ്. വെറുതെ അനുയായികൾക്ക് ഒരു സാധനം കൊടുക്കുന്നു, അവർക്ക് പറയാനുള്ളത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിന് മറ്റൊരു മറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടിക്കാർക്ക് പറയുമ്പോൾ നമുക്കൊരു സാധനം ഉണ്ടാവുമല്ലോ, മനസ്സംതൃപ്തി, പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തല്ലോ, ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ അവർക്ക് ഇതുകൊണ്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് CPM-നോ അല്ലെങ്കിൽ എന്താ പറയുക പാർട്ടിക്കോ പ്രത്യേകിച്ച് കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. വീണ്ടും ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ കയ്യിലോട്ട് തന്നെയാണ് പാർട്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിട്ട് MV ഗോവിന്ദൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ഗോവിന്ദനെതിരെ സ്വന്തം കുടുംബം വരെ പറഞ്ഞു, നിങ്ങൾ കണ്ണാടി പോലും നോക്കുന്നില്ല. കുടുംബത്തിനടക്കം അത്ര അതിരൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങിയ ആളാണ്. അപ്പം സ്വന്തം കുടുംബത്തിൽ പറ്റാത്ത ആൾക്കാർക്ക് നാട്ടുകാർ പറ്റുന്നത് ആൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അതപ്പതിച്ച് പോയ അധമഭാവ തലങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന ഈ പാർട്ടി എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷേ ഇനിയും അത് പാർട്ടി തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ. അല്ല, അത് ഫവസ് പറഞ്ഞാൽ ഞാൻ ഇടപെട്ടില്ല. പാർട്ടി തിരിച്ചറിയുന്നുണ്ടെന്നേ. പാർട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ശൈലി മാറണം, പ്രവർത്തന ശൈലി മാറണം, പെരുമാറ്റ ശൈലി മാറണം, സംഭാഷണ ശൈലി മാറണം, ജനങ്ങളോടുള്ള ഇടപെടുന്ന രീതിയൊക്കെ മാറണമെന്ന് അവർ പറയുന്നുണ്ട്. കമ്മ്യൂണിസത്തിൽ നിന്ന് അകന്ന് നേതാക്കളുടെ ആഡംബരപൂർവമായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് നിരക്കാത്ത രീതിയിലുള്ള ജീവിതം നയിക്കുന്നു, യാത്രകൾ ചെയ്യുന്നു, ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതൊക്കെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തിരുത്തണം എന്ന് പറയുമ്പോൾ ഈ ശൈലി മാറ്റം വേണം, തിരുത്തണം എന്ന് പറയുമ്പോൾ ആര് തിരുത്തണം? ആരുടെ ശൈലിയാണ് മാറേണ്ടത്? ഈ CPM എന്ന പാർട്ടിയെ മുന്നോട്ട് നയിക്കണമെങ്കിൽ, ഇനി മുന്നോട്ട് കൊണ്ടുപോയി ഭരണത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ജനകീയമാക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള ശൈലിയാണ് മാറണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടത്, CPM-കാർ ആവശ്യപ്പെട്ടത്? ഏത് ശൈലി, ഏത് തരത്തിലുള്ള സംഭാഷണ ശൈലിയാണ് മാറണമെന്ന് പറഞ്ഞത്? ഏത് തരത്തിലുള്ള പെരുമാറ്റ ശൈലിയാണ് മാറണമെന്ന് ആവശ്യപ്പെട്ടത്? ഏത് തരത്തിലുള്ള പ്രവർത്തന ശൈലിയാണ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്? ആരുടെ ശൈലിയാണ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്? അവരല്ലേ മാറേണ്ടത്, തിരുത്തേണ്ടത്. അപ്പോൾ ഇവർ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു, അതൊക്കെ മുടക്കി വെച്ചു, അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ, ഞങ്ങൾ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ തന്നെ ഭരിക്കും, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് പണ്ട് നമ്പ്യാർ പറഞ്ഞാൽ കാര്യങ്ങൾ എന്ത് തന്നെയായാലും വേണ്ടില്ല, ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, കൊടിയും പിടിച്ച് ഞങ്ങളുടെ പുറകെ പോരെ എന്നുള്ളൊരു മട്ട് തന്നെയല്ലേ ഇപ്പം ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവത്തോട് കൂടി ഏറെക്കുറെ അനുയായികൾക്ക് കുറേയൊക്കെ ബോധം വെച്ചിട്ടുണ്ട്. ഇപ്പം ED ആക്രമണത്തിന് ശേഷം ഇപ്പോൾ വല്ലാണ്ട് CPM-കാരും അതിനുശേഷം നടന്ന പല സമരങ്ങളും CPM-ന്റെ പ്രാതിനിധ്യം വളരെ നന്നായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള സാധനം. കാരണം ആൾക്കാർക്ക് ബോധം കുറേയൊക്കെ വെച്ച് തുടങ്ങി എന്നുള്ളതാണ്. കാരണം വെറുതെ പാർട്ടി പലതും പറയും. കാരണം ഇത്തരത്തിൽ എന്താ പറയുക, മകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു അച്ഛൻ, പാർട്ടി തകർന്ന് തരിപ്പണമാകുമ്പോൾ തൻ്റെ മകൻ രക്ഷിക്കാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടറി, അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന അന്നത്തെ മുഖ്യമന്ത്രി, എല്ലാ തലത്തിലും ഇങ്ങനെ ആയി നിൽക്കുമ്പോൾ വീണ്ടും അവർക്ക് വേണ്ടി കല്ലെറിയാനും കൊടി പിടിക്കാനും പോയിട്ട് ഒരു കാര്യമില്ലെന്ന് ഏറെക്കുറെ പാർട്ടികൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഏറ്റവും വലിയ അലയടികൾ നമ്മൾ കേട്ടു തുടങ്ങിയത് കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. അവനെ കണ്ണൂർ ജയിച്ചതാണെങ്കിലും അല്ലെങ്കിൽ പിന്നീട് എന്താ പറയുക G സുധാകരൻ അമ്പലപ്പുഴയിൽ ജയിച്ചതാണെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള കൃത്യമായൊരു തെളിവ് തന്നെയാണ്. അല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകളാണ് പോയത്. ഇപ്പോൾ ഈ VD സതീശൻ മുഖ്യമന്ത്രിയായി UDF അധികാരത്തിൽ വന്നപ്പോൾ അത് കോൺഗ്രസ്സുകാരുടെ വോട്ട് മാത്രമല്ല, അല്ലെങ്കിൽ നിഷ്പക്ഷമതികളായ കുറച്ച് ആളുകളുടെ വോട്ട് മാത്രമല്ല, CPM-ന്റെ ഗണ്യമായ വോട്ടുകളുണ്ട്. അതിവർ മനസ്സിലാക്കുന്നില്ല. ഇവരിപ്പോഴും ശതമാനക്കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇവരെന്താണ് തിരുത്താൻ പോകുന്നത്? തിരുത്തും എന്ന് പറയുമ്പോൾ ആരെ തിരുത്തും, എന്ത് തിരുത്തും എന്നുള്ളത് വലിയ ചോദ്യം തന്നെയല്ലേ. ഇപ്പം നേരത്തെ ഫവാസ് പറഞ്ഞ ആ രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി തല്ലുകൊള്ളാൻ ഞങ്ങളില്ല, കുടിപിടിക്കാനും തല്ലുകൊള്ളാനും ഞങ്ങളില്ല എന്നുള്ളൊരു സന്ദേശം വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ മകൾ ഒരു വ്യക്തിയാണ്, അവരൊരു കമ്പനി നടത്തിയിട്ടുണ്ട്, അവർ ആ കമ്പനിയായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കണമെങ്കിൽ ആ വഴിക്ക് നടക്കട്ടെ. അതിന് പാർട്ടിക്കാരെ രംഗത്തിറക്കിയുള്ള കളിക്ക് ഇനി ഞങ്ങളില്ല, പോലീസിൻ്റെ തല്ലുകൊള്ളാനോ ജയിലിൽ പോകാനോ പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ ഞങ്ങളുണ്ട്, അല്ലാത്ത കാര്യങ്ങൾക്ക് ഞങ്ങൾ നിർബന്ധിക്കേണ്ട എന്ന് തന്നെയാണ് ഇപ്പം നേതാക്കന്മാർ തന്നെ പറഞ്ഞു തുടങ്ങി. AK ബാലൻ പറഞ്ഞു, മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയുടെ മകൾ കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ഇഡിയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, നടത്തട്ടെ. അതിപ്പോൾ ശൈലജ ടീച്ചറും പറഞ്ഞു, മകൾക്കെതിരെ നടക്കുന്ന അന്വേഷണം പ്രതിപക്ഷ നേതാവായിട്ട് ബന്ധപ്പെടുത്തേണ്ടതില്ല. അത് വ്യക്തമായ സന്ദേശമാണ് പറഞ്ഞിരിക്കുന്നത്. മകൾ എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, കുറ്റമുണ്ടെങ്കിൽ പിടിക്കട്ടെ. പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ എന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള ഒരു പരിഗണനയും ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഉണ്ടാവില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ ഒരു ചോദ്യം കിടക്കുന്നുണ്ട്, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു പിന്നെ ആ വണ്ടി തല്ലി പൊളിച്ച് എന്നുള്ളൊരു ചോദ്യം. തീർച്ചയായും. അല്ല, ഇനി അതിന് അത്തരം ഒരു ഇടപാടുകൾക്ക് ഇനി ഈ പാർട്ടിക്കാരെ കിട്ടില്ല എന്ന് തന്നെയാണ് അവർക്ക്. ഇപ്പോൾ വൈകി വിവേകം ഉദിച്ചെന്ന് പറഞ്ഞ പോലെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ പിടിയിട്ടുണ്ട്. ഏതാണ്ട് 36 പേര് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്. കണ്ടാലറിയാവുന്ന 300 പേർക്ക് കേസ് എടുക്കുമെന്ന് പറയുമ്പോൾ അന്ന് അവിടെ കൂടി നിന്ന് ശിവൻകുട്ടിയും MP ഗോവിന്ദനും അടക്കമുള്ള ആളുകൾക്കെല്ലാം, കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള, ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾക്കെതിരെ കേസ് വരും എന്നുള്ളത് ഉറപ്പാണ്, പ്രേരണാകുറ്റം തന്നെയാണ്. അവിടെയാണ് ഈ ഒരു വ്യത്യാസം അവർ മനസ്സിലാക്കിയിരിക്കുന്നത്, നേതൃത്വം മനസ്സിലാക്കിയിരിക്കണം. ഇനി ഈ കളിക്ക് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽച്ചോട്ടിൽ മണ്ണ് പോയി തിഹാർ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അത് പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളാനോ രക്തസാക്ഷിയാവാനോ അവർക്ക് ആർക്കും മടിയില്ല. വിപ്ലവ രക്തം തന്നെയാണ് അവർ ശരിയുള്ള ഒരു മാറ്റത്തിന് വേണ്ടി സ്വയം മാറാൻ തയ്യാറാണ് എല്ലാവരും. പക്ഷേ ഇതെന്ത് മാറ്റമാണ്? അഴിമതി നടത്തിയ ഒരു ആളുടെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടിയെ ബലി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പലരെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിത് കൺക്ലൂഡ് ചെയ്യാം. അതായത് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ വീണാ വിജയൻ താമസിക്കുന്നു എന്നതുകൊണ്ടാണ് ആ വീട് റെയ്ഡ് ചെയ്തത്. അവിടെ റെയ്ഡ് ചെയ്യുമ്പോൾ പിണറായി വിജയനോട് ഇഡി ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് പിണറായി വിജയൻ തന്നെ ഇഡിക്ക് മുമ്പിൽ, ഇഡി പോയതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്ന് പറയണു. എന്നിട്ട് ഒപ്പം പറയണു നമുക്കിതിനൊരുമിച്ച് പ്രതിരോധം തീർക്കാമെന്ന്. അങ്ങനെ പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഈ ജനങ്ങളെ ഇളക്കാൻ നേരത്തെ പ്രസംഗിക്കുമ്പോൾ MP ഗോവിന്ദൻ പറഞ്ഞത് ഇതൊരു ദേശീയ പ്രശ്നമാണ്, ദേശീയ പ്രശ്നം വലുതായി സാർവദേശീയ പ്രശ്നമായി. എന്ത്, പിണറായി വിജയൻ്റെ മകള് CMRL എന്ന കമ്പനിയിൽ നിന്ന് മാസപ്പടി മേടിച്ച് കോഴ മേടിച്ചെന്നുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോഡി കണ്ടൊരു കാര്യത്തിൻ്റെ ED അന്വേഷണം വന്നത് എങ്ങനെയാണ് ദേശീയ പ്രശ്നമാവുന്നത്, അതെങ്ങനെയാണ് സാർവദേശീയ പ്രശ്നമാവുന്നത്? അപ്പോൾ വെറുതെ പാർട്ടി ക്ലാസ്സിൽ മനുഷ്യർക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, എന്താണ് പ്രതിക്രിയാവാദം എന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസൻ്റെ സിനിമയിൽ പറഞ്ഞതുപോലെ അവിടെ അന്തർധാര സജീവമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കണ ആ ഒരു പരിപാടി ഇനിയെങ്കിലും ഗോവിന്ദ മാഷൊക്കെ നിർത്തണം. ഗോവിന്ദ മാഷിൻ്റെ വീട്ടിൽ പറഞ്ഞ പോലെ കണ്ണാടി നോക്കണം, ഇടയ്ക്ക് സംസാരിക്കുന്നതൊന്ന് ടേപ്പ് ചെയ്ത് എപ്പോഴെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ അതൊന്ന് കേൾക്കുകയും വേണം. എന്താ ഈ പറയണത്, എന്താ അതിൻ്റെ അർത്ഥം എന്നൊന്ന് സ്വയം വിമർശിക്കാനും വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ അണികളെ അവർ അടിമകളാണ് ഞങ്ങൾ പറയുന്നത് എന്ത് അവർ കേട്ടോളൂ, ഈ കൊടിയും പിടിച്ച് പുറകെ വന്നോളും, മുമ്പേ പോയവൻ എങ്ങനെ ചൊല്ലി അങ്ങനെ തന്നെ സിന്ദാബാദ് ചൊല്ലി ഇനിയും ഈ ആളുകൾ കൂടെ വരും, അവരെ അടിമകളാക്കി വളർത്താമെന്നുള്ളൊരു ബോധം ഇവർക്കുണ്ടെങ്കിൽ അവർ തിരുത്തേണ്ട കാലം അസ്തമിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത്.